തീവ്ര വർഗീയ സംഘടനകളുമായി കൈകോർത്ത് മുസ്ലിം ലീഗ്. കോഴിക്കോട്ടെ SDPI പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാവ് പങ്കെടുത്തു. വടകരയിൽ സംഘടിപ്പിച്ച വഖഫ് മദ്രസ സംരക്ഷണ സമിതി സെമിനാറിലാണ് ലീഗ് വടകര മണ്ഡലം പ്രസിഡന്റ് MC ഇബ്രാഹിം പങ്കെടുത്തത്. INL വെൽഫെയർ പാർട്ടി പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, മുസ്ലിം ലീഗിന്റെ നിലപാട് തീവ്ര വർഗീയ സംഘടനകളുമായാണ് എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടി വന്നിരിക്കുകയാണ്. കോഴിക്കോട്ടെ SDPI പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാവ് തന്നെ പങ്കെടുത്തത്. അതോടൊപ്പം വഖഫ് മദ്രസ സംരക്ഷണ സമിതി സെമിനാറിൽ തന്നെയാണ് MC ഇബ്രാഹിം പങ്കെടുത്തത്. SDPI വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിലാണ് മുഴുവൻ മുസ്ലിം രാഷ്ട്രീയ കക്ഷികളും പങ്കെടുത്തിട്ടുള്ളത്. SDPI സംഘടിപ്പിച്ച പരിപാടിയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി, വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി, INL പ്രതിനിധി തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബിൽ മദ്രസ വിരുദ്ധ നീക്കം ആശങ്കകളും പരിഹാരങ്ങളും എന്നതായിരുന്നു ഈ സെമിനാറിന്റെ ചർച്ചാ വിഷയം. ഈ സെമിനാറിലാണ് മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പൊതുവെ ഈ മുസ്ലിം ലീഗും SDPIയും ഒക്കെ പരസ്പരം കൊമ്പുകോർക്കുന്ന സംഘടനകളാണ് എന്ന് പറയുമ്പോഴും ഇത്തരം വിഷയങ്ങളിലൊക്കെ പരസ്പരം കൈകോർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ കാണാൻ സാധിച്ചിരുന്നത്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഒക്കെ നമ്മൾ കണ്ടതാണ്. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടും ഒക്കെ SDPI ഓഫീസിൽ കയറി വോട്ട് അഭ്യർത്ഥിക്കുകയും വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ കയറി വോട്ട് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് തെറ്റല്ലേ എന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ജനം TV ഉൾപ്പെടെയുള്ള വാർത്താ സംഘം ചോദിക്കുന്ന സമയത്ത് അതിൽ തെറ്റില്ല, ആർക്കും വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെയായിരുന്നു മറുപടി. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് SDPIയും മുസ്ലിം ലീഗും തമ്മിലുള്ള അകൽച്ച കുറയുന്നു എന്നുള്ളതാണ്. SDPI നിരോധിത തീവ്രവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ കക്ഷിയാണ്. ഈ കക്ഷിയുമൊക്കെയായിട്ട് മുസ്ലിം ലീഗ് വേദി പങ്കിടാനും ഒരേ ആശയത്തിൽ ഒരേ സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ടേക്കൊക്കെ പോകാൻ തയ്യാറെടുക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത് മുസ്ലിം ലീഗിന് സംഭവിച്ചുള്ള അപജയത്തിന്റെ ഭാഗമാണോ എന്ന രീതിയിലുള്ള ചർച്ചകളും സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വഖഫ് ഭേദഗതി അല്ലെങ്കിൽ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കുടിയിറക്കു ഭീഷണി നേരിടുകയും മുനമ്പത്തൊക്കെ നാളുകളായി സമരം ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് പോലെയുള്ള UDFന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മുന്നണി തീവ്രവാദ ശക്തികളായിട്ടുള്ള SDPIയുടെ ഒക്കെ കൂടെ വേദി പങ്കിടാനും ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് വിലയില്ലാത്ത രീതിയിൽ അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കാനും ഒക്കെ തയ്യാറാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗ് ചില അണികളിലെങ്കിലും ഈ SDPIയുമായി വേദി പങ്കിട്ടത് അഭിപ്രായ ഭിന്നതയ്ക്കും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പരസ്പരം പോരടിക്കുന്ന വിഷയത്തിലേക്കും ഒക്കെ എത്തിയിട്ടുണ്ട്. ചില മുസ്ലിം ലീഗ് അണികൾക്കെങ്കിലും SDPIയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേദി പങ്കിട്ടതുമായി എതിരഭിപ്രായമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലത്തെയും വഖഫ് ഭൂമി തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. കുടിയിറക്ക് ഭീഷണി നേരിടുന്ന ആളുകളായാലും ആരായാലും വഖഫ് ഭൂമി എന്ന് പറയുന്ന ഭൂമികളൊക്കെ തിരിച്ചു പിടിക്കണമെന്ന ആവശ്യത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് SDPIയും മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും INLും ഒക്കെ മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതെ, അതാണ് ഇവിടെ ചൂണ്ടിക്കാട്ടേണ്ടുന്ന വസ്തുത. ഗൂഗിൾ, നമുക്കറിയാം കോൺഗ്രസും മുസ്ലിം ലീഗ് ബന്ധത്തിൽ പലപ്പോഴും മതേതര പാർട്ടിയാണ് എന്ന് സ്വയം മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നതോടൊപ്പം ഈ നിലവിലുള്ള വഖഫ് വിഷയത്തിലും മദ്രസ സംരക്ഷണ സമിതി സെമിനാറിലും മുസ്ലിം ലീഗ് പങ്കെടുക്കുന്നതിലൂടെ അവരോടൊപ്പം നിൽക്കുന്നത് മറ്റ് തീവ്ര വർഗീയ നിലപാടുകൾ വച്ചു പുലർത്തുന്ന പാർട്ടി പ്രതിനിധികളുമാണ് എന്നുള്ളതാണ്. അതായത് അടിസ്ഥാനപരമായി ഇവർ ഒന്നിക്കേണ്ട ഇടങ്ങളിൽ ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് മതേതരം എന്നുള്ള ഒരു പൊതുവാക്യത്തിലേക്ക് ഇവർ എത്തുന്നത്. കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇനിയും മുസ്ലിം ലീഗിന്റെ കൂടെ സഞ്ചരിക്കാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യം പ്രധാനമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. കാരണം ഈ തീവ്ര നിലപാടുള്ള തീവ്രവാദ ശക്തികളായി കരുതപ്പെടുന്ന SDPIയുടെ കൂടെ മുസ്ലിം ലീഗ് വേദി പങ്കിടാൻ തയ്യാറാവുന്നു. മലബാറിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ തണലിലാണ് കോൺഗ്രസ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതമൊക്കെ അല്ലെങ്കിൽ UDFന്റെ വോട്ട് വിഹിതത്തിൽ മൃഗീയ ഭൂരിപക്ഷവും മുസ്ലിം ലീഗിന്റേതാണ് എന്ന വസ്തുത അംഗീകരിക്കുകയും ഇനിയും ഈ ലീഗിന്റെ ഈ തീവ്രവാദ ശക്തികളും ഒക്കെയായിട്ട് വേദി പങ്കിടുന്നതിനെ അംഗീകരിച്ച് കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യം പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ കുടിയിറക്ക് ഭീഷണി, ഒന്ന് അന്തിയുറങ്ങാൻ സ്ഥലമില്ലാത്ത ഒരു സാഹചര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവർക്ക് ഒരു വില നൽകാതെയുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുക. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഈ വഖഫ് ഭൂമി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനും, അല്ലെങ്കിൽ അനധികൃതമായി വഖഫ് ബോർഡുകൾ ഭൂമി കൈവശപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അനിയന്ത്രിതമായിട്ടുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കാനും വേണ്ടിയുള്ളതാണ്. അതിനെതിരെ SDPI ഒരു വേദി സംഘടിപ്പിക്കുമ്പോൾ മുസ്ലിം
മുസ്ലിം ലീഗിനെ പോലെയുള്ള UDF-ന്റെ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പോവുക, പങ്കെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസും ആ വിഷയത്തിൽ നിലപാടൊക്കെ പറയേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഏത് രീതിയിലായിരിക്കും അവർ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. ശരി, ഗോകുൽ K. വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.